നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദാമിൻകോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ സൗമൻ സെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഓപ്ഷൻ സി കണ്ണൂർ. നെക്സ്റ്റ് വരുന്നത് 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻ ബി ഇ.പി. രാജഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ എ ഡൗസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല. ഓപ്ഷൻ സി ആണ് കേട്ടോ, സെൻറ്റ് ജോസഫ് പ്രസ്. മാർക്ക് ചെയ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ധോളവീര. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. ഓപ്ഷൻ ബി യൗദേയർ. സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഓപ്ഷൻ ബി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. അതാണ് അതിൻ്റെ ആൻസർ. 1ഉം 3ഉം ശരിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല. ഓപ്ഷൻ സി സുവർണ ചതുഷ്കോണം. നെക്സ്റ്റ്: കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാവേരി. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മരുസ്ഥലി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് വരുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹധാതുവാണ് മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ബങ്കർ. നെക്സ്റ്റ്: ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതമേഖല. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹിമാലയം. നെക്സ്റ്റ്: താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഖദർ പാർട്ടി സ്ഥാപിതമായ വർഷം 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വരുന്നത് സാർവത്രിക പ്രായപൂർത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്: മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ഓപ്ഷൻ സി രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ ബി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ.
അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. നെക്സ്റ്റ്, ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ക്വോ വാറന്റോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോ. ബി. ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഒന്ന് മാത്രം, അതായത് ചിന്നാർ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് 2 മാത്രം. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ KC എലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത വോളിബോൾ കായികയിനത്തിൽ പ്രസിദ്ധമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് 3 മാത്രം, അതായത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായത് ഏതാണെന്ന് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകം. 1972 ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പാക്കിയത്? ഓപ്ഷൻ സി നീണ്ടകര. നെക്സ്റ്റ്, കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എല്ലാം ശരിയാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടക മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗുണ്ടല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി ആണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരിവേട്ട ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. നെക്സ്റ്റ്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ഓപ്ഷൻ സി പ്രത്യക്ഷരക്ഷാ ദൈവസഭ. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആപ്തവാക്യം കാവുപ്പാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന. ഓപ്ഷൻ എ സഹോദര പ്രസ്ഥാനം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയം അസർബൈജാൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് വരുന്നത്, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന. അത് ഓപ്ഷൻ സി വാല സമുദായ പരിഷ്കരണ സഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1. നെക്സ്റ്റ് വരുന്നത്, ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ. ആനക്കൊമ്പൻ, വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ച് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം
കൊൽക്കത്ത. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം DDT. നെക്സ്റ്റ് എന്നത് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെ ശരിയല്ലാത്തത് വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഒരാറ്റത്തിൻ്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18. ഓപ്ഷൻ സി. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം വസ്തുവിൻ്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലനകോണും എപ്പോഴും തുല്യമാണ്. ഒരു കലോറി 4.2 ജൂൾ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള യൂണിറ്റ് ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് എന്ന് പറയുന്നത് കൊബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളെ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റിൽ എഴുതിയാൽ ശരിയായത് kg, m² ബാർ, s³. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. നെക്സ്റ്റ് വരുന്നത് സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം. ഓപ്ഷൻ ബി. ഹൈഡ്രജൻ. ഇത്രയും ഭാഗമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാത്സിൻ്റെ ഭാഗം നോക്കിയിട്ടില്ല, ബാക്കി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എക്സാമിന് പോകുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ശരി.